Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് നേതൃത്വത്തിൽ ആരംഭിച്ച സംസ്ഥാന സംരക്ഷണ യാത്രയായ ദൗത്യം 2026 കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. തൃക്കരിപ്പൂരിൽ നടന്ന ജില്ലാതല സമാപന സമ്മേളനം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെയും ജീവനക്കാരെയും ദ്രോഹിക്കുന്ന ഇടത് സർക്കാർ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ നയിക്കുന്ന സംസ്ഥാന സഹകരണ സംരക്ഷണ യാത്ര കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തീകരിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ജില്ലാതല സമാപനം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റും പ്രമുഖ സഹകാരിയുമായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് KP ജയദേവൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംരക്ഷണ യാത്രാ നായകനായ KCEF സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ, സംസ്ഥാന സെക്രട്ടറിയും യാത്രാ മാനേജറുമായ CV അജയൻ, സംസ്ഥാന ട്രഷറർ TC ലൂക്കോസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, KCEF ജില്ലാ പ്രസിഡന്റ് CE ജയൻ, യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുന്നത്ത്, പ്രസാദ് ഒളവറ, PP രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പയ്യന്നൂരിലും കണ്ണൂർ ടൗണിലും പര്യടനം നടത്തി. സഹകരണ സംരക്ഷണ യാത്ര ചൊവ്വാഴ്ച വയനാട് ജില്ലയിൽ പര്യടനം നടത്തും. ജനുവരി 13 വൈകുന്നേരം തിരുവനന്തപുരത്ത് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏരിയയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും സമിതി അംഗങ്ങളായ ജനപ്രതിനിധികൾക്കും സ്വീകരണം നൽകി. പയ്യന്നൂർ MLA TI മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏരിയയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും സമിതി അംഗങ്ങളായ ജനപ്രതിനിധികൾക്കും സ്വീകരണം നൽകി. പരിപാടി പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ഏരിയ പ്രസിഡന്റ് KV മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ V ഗോപിനാഥ് മുഖ്യാതിഥിയായി. പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി, രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി, കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ, കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ, സമിതി അംഗങ്ങളായ പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ P ശ്യാമള, കൗൺസിലർമാരായ M പ്രദീപൻ, KP മധു, TV രജിത, TP ഷെരീഫ്, KC നിഖിൽ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി സംസാരിച്ചു. സമിതി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PV ഗോപി, T ബാലകൃഷ്ണൻ, ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ, P പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഫി വിത്ത് ലേഡി ലീഡേഴ്സ് സംവാദ പരിപാടി സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഫി വിത്ത് ലേഡി ലീഡേഴ്സ് സംവാദ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ഉദ്ഘാടനം നിർവഹിച്ചു. KV ലളിത അധ്യക്ഷയായി. KP ജ്യോതി, P ശ്യാമള, S ജ്യോതി, KV പ്രീത, AV ലേജു, S സന്ധ്യ, K ശ്യാമള, PV നാരായണി തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ നഗരസഭ, രാമന്തളി, കരിവള്ളൂർ പെരളം പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ അംഗങ്ങളായ വനിതാ പ്രതിനിധികളുമായി ജനകീയ സംവാദം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂരിലെ റെസ്റ്റോറന്റിൽ നടന്ന അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട പയ്യന്നൂർ നഗരസഭ കാരാവാർഡ് കൗൺസിലർ വൈശാഖിന്റെ പേരും ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നതിനെതിരെ പ്രതികരണവുമായി കൗൺസിലർ C വൈശാഖ്.
ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായാണ് തന്നെയും പ്രശ്നത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് വൈശാഖ് നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. തൃക്കരിപ്പൂരിലെ ഒരു റെസ്റ്റോറൻറ്റ് അടിച്ചു തകർത്തതിനെ സംബന്ധിച്ച് കാരയിലെ യുവാക്കളാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിൽ കാരയിലെ കൗൺസിലർ ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിക്കുന്നുണ്ട്. അതിൽ വൈശാഖിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റിൽ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പ്രതികരിക്കാനുള്ളത്? അല്ല, അതിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എന്നെ അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു അക്രമത്തിന് ഏതായാലും കൂട്ടുനിൽക്കുന്ന ഒരാളല്ല ഞാൻ. തികച്ചും നടക്കാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയാണ് നടന്നത്. അതിപ്പം നടന്നിട്ടില്ല, ഹോട്ടൽ ആക്രമിച്ചതിൻ്റെ പേരിൽ നടന്നിട്ടുള്ള സംഭവം ഏതായാലും ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. നടക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ്. അതിനെ ആ രീതിയിൽ തന്നെ തള്ളിപ്പറയാണ്. പക്ഷേ ഇതിലുണ്ടായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ പ്രദേശത്തുള്ള 4 ചെറുപ്പക്കാർ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അവരവിടെ വിളിച്ച് ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നു. ആ ഓർഡർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത്. അവർ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തെന്നാണ് പറഞ്ഞിരുന്നത്. ഫ്രൈഡ് ചിക്കൻ അല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അൽഫാമും റൈസുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് 20 മിനിറ്റോളം കഴിഞ്ഞ് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയുണ്ടായത്. അപ്പോൾ അത് ചോദ്യം ചെയ്തൊരു അവസ്ഥയുണ്ടായത്. അപ്പോൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഹോട്ടൽ മാനേജറും അതുപോലെ തന്നെ അടുത്ത ജീവനക്കാരും കൂടി നമ്മുടെ നാട്ടിലകത്തുള്ള 4 ചെറുപ്പക്കാരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരവസ്ഥയാണ്. അല്ല, ആ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം കട്ട് ചെയ്തുകൊണ്ട് CCTV ദൃശ്യം കട്ട് ചെയ്തുകൊണ്ടാണ് മറ്റ് ദൃശ്യമാണ് പ്രചരിപ്പിച്ചത്. മറ്റ് ദൃശ്യം പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലൊരു ഇതാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിൽ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് നിരന്തരം നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളടക്കം വീട്ടിനകത്ത് കയറിക്കൊണ്ട് പോകുന്നു. പല ആൾക്കാരെയും ചെറിയ കുട്ടികളെ അടക്കം ഉൾപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ വലിയ രീതിയിൽ സമ്മർദ്ദം അതിൻ്റെ ബാക്കിൽ നടന്നിട്ടുള്ളത്. ഇത്രയും കാലം ഇലക്ഷൻ്റെ സമയങ്ങളിലൊക്കെ എല്ലാ ചാനൽസിലും വന്ന കൗൺസിലർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചാനൽസിലൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ല, ഈ ഒരു പോസ്റ്റിന് പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു അധിക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതിനെതിരെ എന്താ പറയാനുള്ളത്? അല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഒരു ചാനൽ ബന്ധപ്പെട്ടില്ല. ഇപ്പോൾ ഞാൻ നെറ്റ്വർക്ക് ചാനലാണ് ഇപ്പോൾ ബന്ധപ്പെട്ടത്. അപ്പോൾ ബന്ധപ്പെട്ട രീതിയിൽ ഞാൻ തരുന്നുള്ളൂ. ഇതിന് മുന്നേ ആയാലും പല ചാനലിനെ ബന്ധപ്പെട്ടത് കൊണ്ട് ഞാൻ ബൈറ്റ് കൊടുത്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആരും എന്നെ ബന്ധപ്പെട്ടില്ല. പിന്നീട് നമ്മളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയാണ്. കാരണം വെച്ചാൽ ഈ വിഷയം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത വിഷയം തന്നെയാണ്. ഒരു സ്ഥാപനവും ഒരാളും, ഞാനായിക്കോട്ടെ ആരായിക്കോട്ടെ, ഒരു സ്ഥാപനം ഒരാളും കയ്യേറ്റം ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതിൽ ആ രീതിയിൽ തന്നെ നമ്മൾ തള്ളിക്കളയാണ്. വന്നിട്ടുള്ള വീഴ്ച പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ നിയമ നടപടി എന്താണോ അത് കൃത്യമായിട്ട് അതിൽ ഉൾപ്പെട്ടുള്ള ആൾക്കാർ നിയമ നടപടിക്ക് വിധേയമാവുക എന്നുള്ളത് തന്നെയാണ്. ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഒരു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അപ്പോൾ ആ ഫോട്ടോയുടെ പിന്നിലുള്ള ഒരു കാര്യം കൂടെ പറയാം. ഫോട്ടോ ഒക്കെ പ്രചരിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി എനക്കും പല ആൾക്കാരും അയച്ചു തരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോട്ടോ തന്നെ 3 ഉണ്ടായില്ല. അതിൽ തന്നെ എൻ്റെ 3 ഭാഗത്ത് എൻ്റെ ഫോട്ടോ ഉണ്ട്. കാരണം ഞാൻ തികച്ചും അറിയാത്തൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ആ ദിവസം എൻ്റെ നാട്ടിനകത്ത് ഗ്രാമിക ക്ലബിൻ്റെ ഒരു ന്യൂ ഇയർ ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം മുഴുവൻ നാട്ടുകാരും അവിടെയുണ്ട്. നമ്മൾ ഒരുമിച്ചായിരുന്നു. ഏകദേശം 1 മണി വരെ ഒരുമിച്ചായിരുന്നു. അതായത് ഒരു 7 മണിക്ക് തുടങ്ങിയ പരിപാടി 1 മണിക്കാണ് കഴിഞ്ഞത്. ആ 1 മണി വരെ ഞാനും എൻ്റെ നാട്ടുകാർ ഒരുമിച്ചായിരുന്നു. അപ്പം നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ അതിൽ പങ്കാളിയല്ലാന്ന്. ഞാൻ കൃത്യമായിട്ട് ഫുൾ ടൈം അവിടെ ഉണ്ടായ ഒരാളാണ്. നാട്ടിനകത്തുള്ള ചില നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവരൊന്നും നമ്മൾ ഒരു സുഹൃത്തുക്കളല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ച തിരുത്തുക എന്നില്ല എന്ന് പറയാനുള്ളത്. ഒരു കാരണവശാലും ആ ഹോട്ടൽ ആക്രമിച്ചത് നമ്മൾ ന്യായീകരിക്കുന്നില്ല. എന്നാൽ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുഴുവൻ ദൃശ്യവും പുറത്തു വരണമെന്നില്ലാണ്. കാരണം വെച്ചാൽ ഇങ്ങോട്ട് അടികിട്ടിയതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ആ പ്രതികരണം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്നാലും ആ ഇങ്ങോട്ടുണ്ടായ അടിയുടെ ദൃശ്യം കൂടി പുറത്ത് വേണം. അതിന് നെറ്റ്വർക്ക് ചാനലും മറ്റെല്ലാ ചാനലുകളും സഹകരിക്കണം എന്ന് പറയുന്നത്. ജനങ്ങൾ സഹകരിക്കണം. പോലീസ് തന്നെ പിന്നെ ഈ അടി കിട്ടിയ നമ്മുടെ ഈ കാരയിലെ 4 ചെറുപ്പക്കാർക്ക് 3 പേർക്ക് നമ്മൾ അടി കിട്ടിയത്. ആ 3 പേര് പ്രിയദർശിനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ആ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻ പൈനൂസ് പൊസിഷനിൽ അയച്ചിട്ടുണ്ട്. എന്നാൽ അത് കേസെടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിൽ സമ്മർദ്ദമാണ് ഉണ്ടായിട്ടുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ ഇതിൻ്റെ പറയാനുള്ളത് കാര്യം വെച്ചാൽ നമ്മുടെ ഈ കാരയിലെ ചെറുപ്പക്കാരെ അടിച്ചിട്ടുള്ള വീഡിയോ, അതായത് CCTV വീഡിയോ കട്ട് ചെയ്തിട്ടാണ് പുറത്തിറക്കിയത്. ആ വീഡിയോ കൂടി പുറത്ത് വരണം. മുഴുവൻ കാര്യങ്ങളും പുറത്ത് വരണം. കാരണം ഇങ്ങോട്ട് കിട്ടിയ അടിയുടെ കൂടി വീഡിയോ പുറത്ത് വരണമെന്നില്ല എൻ്റെ ഒരു അഭിപ്രായം. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ കടന്നാക്രമണം ലോകമനസാക്ഷിയെ നടുക്കിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ ഇടപെടാൻ മറ്റൊരു രാജ്യത്തിന് ആരാണ് അധികാരം നൽകിയത് എന്ന ചോദ്യം മാത്രമല്ല, സംഭവഗതികൾക്ക് നേരെ ലോകശക്തികൾ മൗനം പാലിക്കുക കൂടിയാണ് എന്നറിയുമ്പോൾ പ്രശ്നം ഗുരുതരമാകുന്നു. സംഭവത്തെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ ബ്യൂറോയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ. അമേരിക്കൻ ഭരണകൂടം വെനസ്വേല പ്രസിഡന്റിനെയും ഭാര്യയെയും അർദ്ധരാത്രി തടവിലാക്കിയ സംഭവം ലോകത്തിന് ശുഭസൂചനയല്ല നൽകുന്നത്.
മയക്കുമരുന്നിന്റെ പേരിലാണ് ട്രംപ് ഭരണകൂടം ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും യഥാർത്ഥ കാരണം അതൊന്നുമല്ല എന്ന് ലോകത്തിലെ ഏതൊരാൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ബൊളീവിയറിന്റെയും ഷാവേസിന്റെയും വെനസ്വേല അല്ല മെഡ്യൂറിൻ്റെതെന്ന് പറയുന്നവരുണ്ട്. ഏതായാലും നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം. അത് ലോക മുഴുവൻ രാജ്യങ്ങളും, ജപ്പാനും അതുപോലെ തന്നെ ബ്രസീൽ, ചൈന, റഷ്യ, ഇറാഖ് എന്നീ രാജ്യങ്ങളെല്ലാം ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. ഇന്ത്യ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മുടെ ഈ ഇതിനെതിരായിട്ട് നിൽക്കേണ്ടതാണ്. അതൊരു വർത്തമാനവും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നൊരു സമയമാണ്. കാരണം സോവിയറ്റ് യൂണിയൻ ഉണ്ടായൊരു കാലത്ത് ഇരുപക്ഷമായി അമേരിക്കയും സോവിയറ്റ് യൂണിയനും നിൽക്കുമ്പോൾ ഏത് തരത്തിലുള്ള അതിക്രമം അമേരിക്കൻ പക്ഷത്തു നിന്ന് വരുമ്പോഴും അരുത് എന്ന് പറയാൻ അന്ന് സോവിയറ്റ് യൂണിയൻ എന്ന ലോകത്തിലെ ഏക സോഷ്യലിസ്റ്റ് രാജ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നഗ്നമായ അധിനിവേശമാണ്. പഴയകാലത്തെ കൊളോണിയൽ അധിനിവേശത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് അമേരിക്ക ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഒരു തെമ്മാടിത്തം എന്ന് പറയാം നടത്തിക്കൊണ്ടിരിക്കുന്ന ചെയ്തി. അമേരിക്കൻ പ്രസിഡന്റ് വെനിസുലൻ പ്രസിഡന്റിനെയും അയാളുടെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയത് തികച്ചും അപലപനീയമാണ് എന്നാണ് പറയാനുള്ളത്. നമുക്കറിയാം, ഒരു കുടുംബനാഥൻ വന്ന് മറ്റൊരു കുടുംബനാഥനെ തട്ടിക്കൊണ്ടുപോകുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്തതാണ്. മറ്റ് രാജ്യങ്ങളെ കൊള്ളയടിക്കുകയും യുദ്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ പണത്തിലൂടെ പിടിച്ചു നിൽക്കുന്ന ഒരു ചെകുത്താൻ രാഷ്ട്രമായി അമേരിക്ക അറിയപ്പെടുന്നു. എന്നാൽ ലോക ഭരണാധികാരികൾ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒന്നിനും പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു നോക്കുകുത്തിയായി ഐക്യരാഷ്ട്രസഭ മാറി. ഇപ്പം രാജ്യത്തെ എല്ലാ ഇടങ്ങളിലും പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ ഇതിലൊന്നും ഇടപെടാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അമേരിക്കക്കെതിരായി ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ലോകത്തെമ്പാടും തിരയടിച്ച് കയറണം എന്ന രീതിയിലേക്കാണ് നമ്മളുടെ പൊതു അഭിപ്രായം. മനസാന്നിധ്യം കൈവിടാതെ മുകേഷ് രക്ഷിച്ചത് ഒരു ജീവൻ. കഴിഞ്ഞ ദിവസം ചീമേനിയിലെ തന്റെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ചൊയ്യംകോടിനടുത്ത് വെച്ച് എതിരെ വന്ന സ്കൂട്ടർ മറിയുകയായിരുന്നു. ഉടൻ തന്നെ കാർ വെട്ടിച്ച് മുകേഷ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും സ്കൂട്ടർ യാത്രികന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. ബസിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് വീണ മധ്യവയസ്കനെ മനസാന്നിധ്യം കൈവിടാതെ രക്ഷിച്ച കാർ യാത്രക്കാരൻ. ചോയംകോടിനടുത്ത മഞ്ഞളാങ്കോടാണ് സംഭവം. കരിന്തളം കൊല്ലമ്പാറ സ്വദേശിയും ചീമേനിയിലെ റോയൽ ഹോംസ് ഉടമയുമായ മുകേഷ് ഭാസ്കരൻ വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകുന്നതിനിടെയാണ് എതിരെ വന്ന സ്വകാര്യ ബസിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ ഒരാൾ റോഡിലേക്ക് വീഴുന്നത് കണ്ടത്. മുന്നോട്ടു പോയാൽ റോഡിൽ വീണയാളുടെ ദേഹത്ത് കാർ കയറും. ഇടതുഭാഗത്ത് റോഡരികിൽ വൈദ്യുതി തൂണും. ഈ സമയം മനസാന്നിധ്യം കൈവിടാതെ സെക്കൻഡുകൾക്കുള്ളിൽ മുകേഷ് കാർ റോഡിന് പുറത്തേക്ക് വെട്ടിച്ചു. മതിലിൽ ഇടിച്ചാണ് കാർ നിന്നത്. കാറിന്റെ മുൻഭാഗം തകർന്നു. കാർ വെട്ടിച്ചതുകൊണ്ടാണ് റോഡിൽ വീണ ചായോത്ത പെൻഷൻമുക്ക് സ്വദേശി VV ശശികുമാർ തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മുമ്പിൽ വീണ സമയത്ത് എനിക്ക് വേറെ ഒരു രക്ഷയില്ല. ഒന്നിക്കൽ അദ്ദേഹത്തിന് മുകളിൽ വണ്ടി കയറ്റണം, അല്ലെങ്കിൽ എൻ്റെ വണ്ടി കളയണം. ആ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് മൂപ്പര് രക്ഷപ്പെട്ടു. വണ്ടി മൊത്തമായിട്ട് പോയി. വണ്ടി ഏകദേശം ടോട്ടൽ ലോസ് ആവുന്ന രീതിയിലാണെന്നില്ലേ. പക്ഷെ അദ്ദേഹത്തിന് ജീവൻ രക്ഷയിൽ അതേ സന്തോഷമുണ്ട്. പിന്നെ ആ ഒരു വണ്ടി ആയതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. വേറെ ഏതെങ്കിലും ഒരു ബിൽഡ് ക്വാളിറ്റി കുറഞ്ഞ വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇല്ലാതായി പോയി. റോഡിൽ വീണപ്പോൾ ഇദ്ദേഹത്തിന്റെ കൈവിരലിന് പൊട്ടലുണ്ട് എന്നതല്ലാതെ കാര്യമായി പരിക്കില്ല. സംഭവത്തിനു ശേഷം ശശികുമാറിന്റെ ചായോത്തെ വീട്ടിൽ മുകേഷ് എത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ടാക്സ് കൺസൾട്ടൻറ്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ സ്കന്ദ റെസിഡൻസിയിൽ P. മനോഹരൻ നഗറിൽ നടന്നു. M. വിജിൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ടാക്സ് കൺസൾട്ടൻറ്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള 12ാം കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ സ്കന്ദ റെസിഡൻസിയിൽ P. മനോഹരൻ നഗറിൽ നടന്നു. M. വിജിൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ പയ്യന്നൂരിൻ്റെ മണ്ണ്, ആ പയ്യന്നൂരിൻ്റെ ചരിത്രപരമായ പാരമ്പര്യമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിലുൾപ്പെടെ ഉപ്പു സത്യാഗ്രഹത്തിലുൾപ്പെടെ ഒരു പ്രധാന കേന്ദ്രമായി ഈ പയ്യന്നൂരിൻ്റെ മണ്ണുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യ. ആ മണ്ണിലാണ് നിരവധിയായ
പോരാട്ടങ്ങളുടെ കർഷക സമരങ്ങളുടെ എല്ലാം മണ്ണ് കൂടിയാണ് ഈ പയ്യന്നൂർ. അപ്പോൾ പയ്യന്നൂരിൽ വെച്ച് ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ സമ്മേളനം, പ്രതിനിധി സമ്മേളനവും ഉൾപ്പെടെ നമ്മുടെ സംഘടനയുടെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ. ജില്ലാ പ്രസിഡന്റ് കുമാരൻ സി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി മുഖ്യാതിഥിയായി. VTV രാഘവൻ, CM സുനിൽകുമാർ, ബാലകൃഷ്ണ പൊതുവാൾ, VM മോഹനൻ, VP സുമിത്രൻ, VP സുരേഷ്, AN ശശിധരൻ, V പ്രകാശൻ, MR സുരേഷ്, B ഷാഹുൽ ഹമീദ്, ഗണേഷ്, രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായ പ്രമുഖർ, GST ഉദ്യോഗസ്ഥർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ്, സംഘടനാ നേതാക്കൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, മഹിളാ സംഗമം, കലാപരിപാടികൾ എന്നിവ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സതീശൻ പാച്ചേനി സൗഹൃദ കൂട്ടായ്മ സതീശൻ പാച്ചേനിയുടെ ജന്മദിനത്തിൽ സ്നേഹതീരം 2026 പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ ഗാന്ധിമാവിൻ ചുവട്ടിൽ നടന്ന പരിപാടി കവി മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്തു. സതീശൻ പാച്ചേനി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സതീശൻ പാച്ചേനിയുടെ ജന്മദിനത്തിൽ സ്നേഹതീരം പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ ഗാന്ധിമാവിൻ ചുവട്ടിൽ നടന്ന പരിപാടി പ്രശസ്ത കവി മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് അധ്യക്ഷനായി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, PT ഗദീജ ടീച്ചർ, DCC ജനറൽ സെക്രട്ടറി MK രാജൻ, ET പത്മനാഭൻ, പയ്യന്നൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് AK ശ്രീജ, T ഭരതൻ മനോരമ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ മൂരിക്കോവൽ സെൻട്രൽ ആർട്സ് ക്ലബിന്റെ ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രോഗ്രാം സ്മരണാഞ്ജലി മൂരിക്കോവൽ ഗ്രൗണ്ടിൽ നടന്നു. സിനിമാ താരം ധർമ്മജൻ ബോൾഗാട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മൂരിക്കോവൽ സെൻട്രൽ ആർട്സ് ക്ലബ്ബ് ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രോഗ്രാം സ്മരണാഞ്ജലി മൂരിക്കോവൽ ഗ്രൗണ്ടിൽ നടന്നു. സിനിമാ താരം ധർമ്മജൻ ബോൾഗാട്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ അവരവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നക്ഷത്രങ്ങളാണ് ഈ വേദിയിലിരിക്കുന്നത്. എല്ലാവർക്കും ഒറ്റവാക്കിലെ ആശംസകൾ അറിയിക്കുന്നു. ഈ സെൻട്രൽ ക്ലബ്ബ് T വിശ്വനാഥൻ ആമുഖഭാഷണം നടത്തി. കരിപ്പിരി ബാലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്മൃതിപഥം പ്രകാശനവും നടന്നു. ജോത്സർ AV മാധവ പൊതുവാൾ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഗിരീഷ് കുന്നുമ്മൽ, TV രജിത, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, K ജയരാജ്, നന്ദകുമാർ TV, രഘുവരൻ പയ്യന്നൂർ, രാമകൃഷ്ണൻ കണ്ണോം, ഡോക്ടർ സുജ വിനോദ്, സുരേഷ് തായമ്പത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നടന്ന സ്മരണാഞ്ജലിയിൽ പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായിക ലതിക നയിച്ച പയ്യന്നൂർ മെലഡീസ് ഓർക്കസ്ട്രയെ അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കളിയാട്ടം വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു. ജനുവരി 9 മുതൽ 12 വരെയാണ് ക്ഷേത്രോത്സവം. കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള കളിയാട്ടം വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു. കാവും നാടും ഉണർന്നത് ഇനി ഉത്സവ സമാപന ദിവസം വരെ പ്രഭാതത്തിലും അസ്തമയത്തിലും കതിനാവെടികൾ മുഴങ്ങും. തിരുമുറ്റമൊരുക്കൽ നിലമ്പണി ബാല്യക്കാർ നടത്തി. ക്ഷേത്ര മന്ദിത്തിരിയന്റെ നേതൃത്വത്തിൽ ഭണ്ഡാരപുരയിൽ വെച്ച് കൂവം വളവ് ക്ഷേത്ര കൂട്ടായ്ക്കാർ നടത്തി. ജനുവരി 9 മുതൽ 12 വരെയാണ് ക്ഷേത്രോത്സവം. ജനുവരി 9 രാവിലെ ക്ഷേത്ര ആചാരക്കാർ ദേശാധിപനായ പെരുമാളെ കണ്ട് വണങ്ങി കളിയാട്ട ഉത്സവത്തിനുള്ള അനുവാദം വാങ്ങും. പെരുമാളുടെ തീർത്ഥവുമായി ക്ഷേത്രത്തിലെത്തും. ഉച്ചകഴിഞ്ഞ് ക്ഷേത്ര ഭണ്ഡാരപുരയിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെ കളിയാട്ടം ആരംഭിക്കും. തുടർന്ന് തോറ്റംപാടി അരിയെറിഞ്ഞ് അരങ്ങുണർത്തും. 4 നാൾ ദൈവക്കോലങ്ങൾ കെട്ടിയാടിക്കും. ജനുവരി 12 അർദ്ധരാത്രി വെടിക്കെട്ടോടെ ക്ഷേത്ര തിരുമുറ്റത്ത് നിന്ന് ദൈവക്കോലങ്ങൾ അരങ്ങൊഴിയും. ആചാരക്കാരും ബാല്യക്കാരും ചേർന്ന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ചെണ്ടമേളത്തോടെ അരിയെറിഞ്ഞ് നടയടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിച്ചു കൊണ്ടുവരൽ ചടങ്ങ് നടന്നു. ആചാരക്കാരും ബാല്യക്കാരും ക്ഷേത്രം ഭരണസമിതിയും ഉൾപ്പെടെ 100ഓളം പേർ പങ്കെടുത്തു. നടനചാരുതയെ പ്രണയിച്ച പയ്യന്റെ ഊരായ പയ്യന്നൂരിന്റെ ക്ഷേത്രതേജസ്സായ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ച ദീപവും തിരിയും എഴുന്നള്ളത്തുക ഈ വഴിപ്പാറയിലൂടെ എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര തിരുസന്നിധിയിൽ കടന്നു വരികയാണ്. പ്രാർത്ഥനകാലത്തിന്റെ വസന്ത
ജനുവരി 5 മുതൽ 8 വരെ നടക്കുന്ന എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിച്ച് കൊണ്ടുവരൽ ചടങ്ങ് നടന്നു. ആചാരക്കാരും ബാല്യക്കാരും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ 100ഓളം പേർ പങ്കെടുത്തു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ദീപവും തിരിയും ക്ഷേത്രത്തിൽ എത്തിച്ചു. 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ കണ്ണങ്ങാട്ട് ഭഗവതി, കേളൻകുളങ്ങര ഭഗവതി, കൂവളന്താറ്റിൽ ഭഗവതി, നാഗകന്യക തുടങ്ങി 13ഓളം തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. പരിയാരം ശ്രീ ഉദയപുരം ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ഞായറാഴ്ച നടന്ന കലവർ നിറക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് കളിയാട്ടത്തിന് തുടക്കമായത്. കലവറ നിറക്കൽ ഘോഷയാത്ര മേലേരിപ്പുറം മഞ്ഞത്ത് വളപ്പിൽ തറവാട് ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നിന്ന് പുറപ്പെട്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് മാതൃസമിതിയുടെ തിരുവാതിരയും അരങ്ങേറി. വിവിധ ദിവസങ്ങളിൽ വെള്ളാട്ടം, അന്തിത്തോറ്റം, വിവിധ തെയ്യങ്ങൾ കെട്ടിയാടും. സമാപന ദിവസമായ ജനുവരി 7 ബുധനാഴ്ച രാവിലെ 5 മണിക്ക് പുതിയ ഭഗവതി തെയ്യം പുറപ്പാട്. ഉച്ചയ്ക്ക് വിവിധ തെയ്യക്കോലങ്ങളായ വിഷ്ണുമൂർത്തി, പുള്ളിക്കരിങ്കാളി, പുള്ളൂർക്കാളി തമ്പുരാട്ടി, കുണ്ടോർ ചാമുണ്ടി, കുറത്തിയമ്മ, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ഉച്ചയ്ക്ക് 12:30 മുതൽ പ്രസാദ ഊട്ടുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് വലിയപറമ്പ് പഞ്ചായത്ത് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വാർഡ് തല അസംബ്ലി നടത്തി. യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം K. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട കുടുംബങ്ങളിൽ ജീവിതമാർഗമായി മാറിയ തൊഴിലുറപ്പ് പദ്ധതി പുത്തൻ നിയമങ്ങളിൽ കുരുക്കി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധ ഭാഗമായാണ് അസംബ്ലി സംഘടിപ്പിച്ചത്. ജനുവരി 15-ന് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിലും ധർണയിലും മുഴുവൻ തൊഴിലാളികളെയും അണിനിരത്താൻ അസംബ്ലിയിൽ തീരുമാനിച്ചു. ഇടയിലക്കാട് ഗ്രന്ഥാലയ പരിസരത്ത് നടന്ന വാർഡ് തല അസംബ്ലി NREG വർക്കേഴ്സ് യൂണിയൻ മുൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം K. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം C. അംബിക അധ്യക്ഷത വഹിച്ചു. CPM മുൻ ലോക്കൽ സെക്രട്ടറി V. ശ്രീധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M. ബാബു, K. സുലോചന, യൂണിയൻ വാർഡ് സെക്രട്ടറി KS ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി, വൈസ് ചെയർപേഴ്സൺ ശ്യാമള എന്നിവർക്ക് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നൽകുന്ന സ്വീകരണ പരിപാടി ജനുവരി 7-ന് ബുധനാഴ്ച വൈകിട്ട് 4:30-ന് ചേംബർ ഹാളിൽ ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.